ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. നമ്മുടെ സജന താത്ത BMW കാർ വാങ്ങിയ കഥ നിങ്ങൾക്ക് അറിയോ? ചതിയുടെയും ക്രൂരതയുടെയും ഒരു കഥയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കഴിഞ്ഞ ദിവസം എന്തോ ഒരു അവാർഡ് ഫംഗ്ഷന് ഈ BMW കാറിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ടാണ് സജന വന്നത്. അത് കണ്ടപ്പോ രണ്ട് വർത്താനം പറയണമെന്ന് തോന്നി. പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കാരണം ഒരു പാവം യൂസ്ഡ് കാർ ഡീലറെ മുഴുവൻ പണം കൊടുക്കാതെ പറ്റിച്ചിട്ടാണ് ഇവിടെ ഈ കാറും കൊണ്ട് നടക്കുന്നത്. ഈ അയ്യോ പാവങ്ങൾ എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. പണം കൊടുത്തിരുന്ന മാത്രമല്ല, ആ ചങ്ങായിന് ഇവളുടെ പഴയ കാമുകനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയും കൂടി കള്ള കേസിൽ കുടുക്കി ജയിലിലിടുകയും ചെയ്തു. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവൾ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. കർമ്മ എന്ന് പറയുന്ന സാധനം 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചടിച്ചില്ലേ. ഈ കാർ കച്ചവടക്കാരന് കള്ള കേസിൽ കുടുങ്ങിയതിനു ശേഷമാണ് സജനയുടെയും പൂക്കുട്ടിയുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെ ഇവര് തമ്മിലുള്ള അവിഹിത ബന്ധം അടക്കം ലോകം മുഴുവനും അറിഞ്ഞു. രണ്ടുപേരും ആകെ 4 പണ്ടാറടങ്ങിയില്ലേ. നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചതിന് ഒട്ടും വൈകാതെ തന്നെ രണ്ടെണ്ണത്തിന് നല്ല പണി കിട്ടി. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അനം റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഇവളുടെ അവിഹിത കഥകൾ കത്തി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി കാർ കച്ചവടക്കാരനെ പറ്റിച്ച കാര്യവും അന്ന് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ടായി. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. സജനയ്ക്ക് ഈ കാർ വിറ്റ് ചെറുപ്പക്കാരൻ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കാർ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം. ഡ്രൈവിംഗ് പഠിച്ചു. ഞാൻ റീസെന്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സിസ്റ്റർ ഒക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത് ഇതെല്ലാം തരികടയാണെന്ന്. അതെ അതെ അതെ, ആളെ പറ്റിച്ച് വാങ്ങിയ വണ്ടിയല്ലേ, അപ്പൊ നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടാവും. മുഴുവൻ പൈസയും കൊടുക്കാതെ ഒരാളെ പറ്റിച്ച് വാങ്ങിയ കാറിൽ ഞെളിഞ്ഞിരിക്കാൻ ഉളുപ്പുണ്ടോ സജന നിനക്ക്? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം സാർ. ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. ഓൾഡ് ഒരു മാഷാള്ള എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ഈ മാഷാള്ള പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവൾക്ക് അറിയും. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്? എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. മാഷാഅല്ലാ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ചേച്ചിക്ക് അടുത്തത് ഒരു സെഡാൻ എടുക്കണം പോലും. ആദ്യം ഇപ്പൊ ഞെളിഞ്ഞിരിക്കുന്ന ആ വണ്ടിയുടെ മുഴുവൻ പൈസയെങ്കിലും കൊടുത്തു തീർക്ക് വേണ്ടേ, എന്നിട്ട് പോലെ സെഡാനൊക്കെ എങ്ങനെ സാധിക്കുന്നടേ? നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്? വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന് ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ആ വാഹനം സന്തോഷത്തോട് കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ? 1.5 ലക്ഷം രൂപ എങ്ങാണ്ടും സജന ഇയാൾക്ക് ഇനിയും കൊടുക്കാനുണ്ടായിരുന്നു. ഗതികെട്ട അൻവർ എന്താക്കി, സജന താമസിച്ചുകൊണ്ടിരുന്ന ഫ്ളാറ്റിൽ പോയിട്ട് അവരറിയാതെ കാർ എടുത്തോണ്ട് പോകുന്നു. പൈസ മുഴുവനും തന്നാൽ കാർ തിരിച്ചു തരാമെന്നും പറഞ്ഞു. സ്വാഭാവികം. പക്ഷേ സജനയും പൂക്കുട്ടിയും കൂടി ഒരു നാറിയ കളി കളിച്ചു. കാറിൽ 6.5 പവൻ സ്വർണം ഉണ്ടായിരുന്നു എന്നും ആ സ്വർണം അൻവർ മോഷ്ടിച്ചു എന്നും കള്ളക്കേസ് കൊടുത്തു. ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അൻവർ അതോടെ പെട്ടു. കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കള്ളൻ എന്ന പേരും വന്നു. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാനനഷ്ടവും ധനനഷ്ടവും ഒരുമിച്ച് വന്ന അവസ്ഥ. മടുത്ത് വാലട്ട, വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അതോട് പൂക്കുട്ടി ഒതുങ്ങി. പക്ഷെ സജനയെ അറിയാലോ, ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കൊണ്ട് നടക്കുന്ന ടീമാണ്. ഒരു ഉറപ്പില്ലാതെ ഇപ്പോഴും അവാർഡ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ സജന താത്ത. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.